ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള കല്യാണത്തിന്റെ സദ്യക്ക് 4 തവണ ചോറും കറികളും വരുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാത്ത ചില ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. ആദ്യത്തെ സെറ്റ് ചോറിന്റെ കൂടെ നമുക്ക് വരുന്നത് പരിപ്പാണ് കേട്ടോ. പരിപ്പും നെയ്യും പപ്പടവും ഒക്കെ കൂട്ടി ഈ ചോറുണ്ട് തീരുമ്പോഴത്തേക്ക് അടുത്ത സെറ്റ് എത്തും. രണ്ടാമത്തെ സെറ്റ് ചോറിന്റെ കൂടെ വരുന്നത് സാമ്പാറാണ്. ഞങ്ങളുടെ തെക്കൻ നാട്ടിലെ സദ്യ കഴിക്കുമ്പോൾ കുറച്ച് സ്പീഡൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. സാമ്പാറും കൂട്ടി ഈ ചോറുണ്ട് തീരുമ്പോഴത്തേക്കും അതാ പായസം വരും. പ്രഥമനാണ് ആദ്യം വരിക. അത് പഴവും പപ്പടവും ഒക്കെ കൂട്ടി കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് തൊട്ടു പുറകിന് സേമിയ വരും. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് ഈ സദ്യ കഴിക്കുമ്പോൾ കുറച്ച് സ്പീഡ് അത്യാവശ്യമാണ്. കാരണം സമയക്രമത്തിനനുസരിച്ച് ഇവൻ ഓരോന്നും വിളമ്പിക്കൊണ്ടേയിരിക്കും. ഇതിനകം തന്നെ ഓരോന്നും കഴിച്ചു തീർന്ന് അടുത്തതിനായി വെയിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. അങ്ങനെ 2 കൂട്ടം പായസത്തിന് ശേഷം ഉടനെ തന്നെ ബോളി എത്തും. ബോളിയുടെ പൈനാപ്പിൾ പായസമാണ് കേട്ടോ ഈ കല്യാണത്തിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ബോളിയും പായസവും കഴിക്കുമ്പോൾ ഈ സദ്യ ഇവിടെ തീരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇനി ചോറ് വരും, കൂടെ പുളിശ്ശേരിയും. ഇവിടെയും സദ്യ തീർന്നു എന്ന് വിചാരിക്കും അല്ലേ? എഗെയിൻ യു ആർ മിസ്റ്റേക്കൻ. ഞങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ചോറും കിട്ടും, കൂടെ പച്ചമോരും കിട്ടും. ഇതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് തെക്കൻ നാട്ടിൽ സദ്യ കഴിക്കണമെങ്കിൽ കുറച്ച് സ്പീഡൊക്കെ അത്യാവശ്യമാണെന്ന്. അങ്ങനെ ഈ കുഞ്ഞു സദ്യ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.